ചില ആൾക്കാർ വന്ന് ചോദിക്കും, ഈ ഉടമ്പടി എടുക്കാതെ അച്ഛനെ കാണാൻ വല്ല മാർഗവും ഉണ്ടോ എന്ന് ചോദിക്കും. പിടിക്കണ്ട, വണ്ടി വിട്ടേക്കാൻ പറയും. അതിൻ്റെ ഞങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആ കവനൻ്റ് എന്ന് പറയുന്ന ദൈവം എത്രയോ ജനങ്ങനത്തെ ലോകത്തുണ്ടായിരുന്നു. ഇതിനൊക്കെ ലക്ഷക്കണക്കിന് മനുഷ്യർ അത് അനുഭവിച്ചു. ഇന്നും എന്തുമാത്രം അക്രൈസ്തവരാണ് അൾത്താരയിൽ ഇന്നലെ കരഞ്ഞുകൊണ്ട് സാക്ഷ്യം പറയണ ദൈവത്തെ അനുഭവിച്ചിട്ട്. അതൊക്കെ ഓർക്കുമ്പോഴേ, അതായത് ഒരു ദിവസം ഇന്നലെ കിട്ടിയ ഒരു സാക്ഷ്യം എന്നറിയാമോ? അതായത് ഒരു ചേച്ചിയുടെ ഒരു പ്രധാനപ്പെട്ട വിഷയം, അവരെ മെലിഞ്ഞ ആള് ആൾക്കാരെ പിടിച്ചു കൊണ്ടുവരുന്നത്. കൊണ്ടുവരുമ്പോൾ അവർ വന്നപ്പോൾ തന്നെ അവർ അവിടെ വീണ് കഴിഞ്ഞ ശേഷം അവർക്ക് ബോധം വന്നപ്പോൾ, അതാ മാതാവിൻ്റെ തിരുസേന വന്നപ്പോൾ അവർ ബോധം വന്നപ്പോൾ അവർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അവർ ഭക്ഷണം കഴിക്കേണ്ട അവരുടെ മകൾ കരഞ്ഞുപോയി. കാര്യം മാസങ്ങളായി അമ്മ ഭക്ഷണം കഴിച്ചിട്ട്. അപ്പം അമ്മ ആ കെട്ടഴിച്ച് വിട്ട്. പക്ഷെ എന്നാലും തുപ്പൽ മാറുന്നില്ല. അൾത്താരയിൽ അവർ വരുമ്പോൾ അവർക്ക് വേറെ എന്തോ അസുഖമൊക്കെ പറഞ്ഞ് അൾത്താര വരികയാണെങ്കിലും, ഞാൻ സൈത്തെടുക്കുമ്പോൾ ഈശോ എന്നെ കൊണ്ട് അവിടെ തൊണ്ടയിൽ കുരിശിടാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ തൊണ്ടയെ കുരിശിട്ട്. അതോടുകൂടി അവളുടെ തുപ്പൽ നിർത്തി. എത്രയോ വർഷങ്ങളുടെ തുപ്പലാണ്, ഭക്ഷണം കഴിക്കാതെ. അപ്പോൾ ഇത് കാണുമ്പോൾ, ദൈവത്തിനെ അനുഭവിച്ച് കഴിയുമ്പോൾ ആ മകള് കരഞ്ഞുകൊണ്ടാണ് സാക്ഷ്യം പറയുന്നത്, കരഞ്ഞുകൊണ്ട്. അപ്പോൾ ഉടമ്പടി ഇതിനകം എത്രയോ ലക്ഷങ്ങൾ അത് യേശുവിനെ ആദ്യമായിട്ടും കണ്ടുമുട്ടുന്നവർ പോലും ദൈവത്തെ അനുഭവിക്കുകയാണ്. അപ്പോൾ ദൈവത്തെ അനുഭവിക്കുമ്പോൾ ഞങ്ങൾ എപ്പോഴും ചെയ്യണത് എന്താണ്? ഞങ്ങൾ രക്ഷിക്കുക. അതാണ് കവനൻ കെയർ എന്ന് പറയുന്നത്. മത്തായി 6:33 നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും.